യുവമോർച്ച രാപ്പകൽ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് PSCയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ളയെക്കുറിച്ച്, സ്വജനപക്ഷപാതത്തെക്കുറിച്ച്, കെടുകാര്യസ്ഥതയെക്കുറിച്ച് കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാ തീവട്ടിക്കൊള്ളക്കും കോടിക്കണക്കിന് നിയമന കുംഭകോണം നടത്തി കോടികൾ സമ്പാദിക്കാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ച ഈ ചെയർമാൻ ഉൾപ്പെടെ പിരിച്ചുവിടണം എന്നുള്ളതാണ് ആവശ്യം. സത്യത്തിൽ ഈ ആവശ്യങ്ങൾ CPM-നും LDF-നും എതിരാണ്. ഈ രാപ്പകൽ സമരം അതിൽ ഉയർത്തുന്ന മുദ്രാവാക്യം LDF CPM-നെതിരാണ്, LDF-നെതിരാണ്. തീ വെച്ചത് CPM-നെതിരായിട്ടാണ്, തീ വെച്ചത് CPM-നാണ്. ഇവിടുത്തെ പന്തൽ പൊളിക്കൽ, പന്തൽ തകർക്കൽ നടപടിയിലൂടെ മനസ്സിലാവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, LDF-നെതിരെ സംസാരിക്കുമ്പോൾ, CPM-നെതിരെ സംസാരിക്കുമ്പോൾ, പിണറായി വിജയനെതിരെ പ്രതികരിക്കുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ, പ്രക്ഷോഭം നടത്തുമ്പോൾ കോൺഗ്രസിനും UDF-നും പൊള്ളലേൽക്കുന്നത്? എന്തിനാണ് VD സതീശന് പൊള്ളലേൽക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയുന്നു, പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്ന PSCയിൽ നടന്ന എല്ലാ തീവട്ടിക്കൊള്ളയും ക്രമക്കേടുകളും തന്നെ സാധാരണ രീതിയിൽ UDF ഒത്തുതീർപ്പിലെത്തിച്ചിരിക്കുന്നു. LDF-ഉം UDF-ഉം ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പായിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ പന്തൽ തകർക്കലിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. കാരണം പ്രിയമുള്ളവരെ, നിങ്ങൾ LDF-ന്റെ ഭരണകാലത്ത് ഇതേപോലെയുള്ള പന്തൽ പൊളിച്ച് പന്തൽ നിങ്ങൾ കണ്ടിരിക്കും. യുവമോർച്ചക്കാർ കെട്ടിയ ഈ പന്തൽ തകർത്ത അതേ പോലീസുകാരാണ് പിണറായി വിജയൻ ഭരിച്ച കാലത്ത് ആശാ വർക്കർമാരുടെ, മാസങ്ങളോളം സമരം ചെയ്ത ആശാ വർക്കർമാരുടെ പന്തലും പ്രിയമുള്ളവരെ തകർത്തത്. ആശാ വർക്കർമാരുടെ പന്തൽ തകർത്ത് സമരം പൊളിക്കാനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശ്രമിച്ചത്. അതേപോലെ തന്നെ UDF-ഉം യുവാക്കളുടെ സമരപ്പന്തൽ തകർത്തുകൊണ്ട് ആ സമരത്തെയും പൊളിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. സമരത്തോട് പിണറായി വിജയന്റെ സമീപനം, അതേ സമീപനമാണ് UDF-ന്റെ മുഖ്യമന്ത്രി VD സതീശനുമുള്ളത്. സമരത്തോടുള്ള സമീപനത്തിൽ പിണറായി വിജയന്റെ വലിയമ്മാവനാണ് VD സതീശൻ എന്ന് ഈ നടപടിയിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പണ്ട് ഹിറ്റ്ലർ മാറിയപ്പോ പലർക്കും ആശ്വാസം തോന്നി. പക്ഷേ മുസ്സോളിനി വന്നപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അധികാര കൈമാറ്റം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഒരു ഭാഗത്ത് ചിരിക്കാത്ത ഹിറ്റ്ലറാണ് പിണറായി വിജയനെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം, ഞാൻ ബനുപ്രസാദും അതുപോലെ തന്നെ നമ്മുടെ ഗോകുൽ ഗോപിനാഥും അഖിലൊക്കെ ഷിജിലൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ PSC ചെയർമാൻ നേരിട്ട് വന്നിട്ടാണ് പൊളിക്കാൻ നേതൃത്വം കൊടുത്തതെന്ന്. PSC ചെയർമാൻ വിളിക്കുമ്പോ ഇവിടെ പോലീസ് വന്ന് തകർത്തിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര നയത്തിന്റെ അടിസ്ഥാനത്തില്. പിന്നെ PSCയുടെ ചെയർമാൻ ഈ സമരപ്പന്തൽ തകർത്തുകൊണ്ട് സമരത്തെ പൊളിക്കാൻ ശ്രമിച്ചതിൽ യുവമോർച്ച അത്ഭുതപ്പെടാനില്ല. കാരണം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കാട്ടുകള്ളനായ ഈ PSC ചെയർമാനോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കയ്യാമം വെപ്പിക്കുന്നത് വരെ യുവമോർച്ച പ്രക്ഷോഭവുമായി ഈ തെരുവീതികളിൽ ഉണ്ടാകും. ഒരു സംശയവുമില്ല.
ഞങ്ങൾക്കറിയാം എത്ര കോടികളുടെ നിയമന കുംഭകോണമാണ് ഈ ചെയർമാന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടടുത്ത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന നാളുകൾ ഈ ചെയർമാനെ സംബന്ധിച്ച് കറുത്ത നാളുകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ചെയർമാൻ മനസ്സിലാക്കേണ്ടത് BJP-യെക്കുറിച്ചും യുവമോർച്ചയെക്കുറിച്ചും മനസ്സിലാക്കുന്ന നല്ലത്. രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി വന്ന് എന്തടിസ്ഥാനത്തില് ഈ സമരപ്പന്തൽ ഈ തകർക്കാനും സമരം പൊളിക്കാനും ശ്രമിച്ചത്? ഏതായാലും പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അഭയ കേന്ദ്രം പ്രതീക്ഷയാണ് ഈ PSC എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് രാവും പകലും പഠിച്ച് പരീക്ഷ എഴുതി അർഹതയുണ്ടായിട്ടും നിയമനം കിട്ടാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരെ സുന്ദരമായ സ്വപ്നങ്ങളാണ് ഈ ചെയർമാനും 21 അംഗങ്ങളും തകർത്തത് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ പോലീസ്, ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് പുതിയ തലമുറയോട് കാണിച്ചത്. പാവപ്പെട്ട ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നിലപാടാണ് ഈ CPM-ന്റെ നിർദ്ദേശപ്രകാരം ഈ ചെയർമാനും 21 അംഗങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ നടത്തിയത്. ഈ ചെയർമാനും 21 അംഗങ്ങളെയും കാത്ത് കേരളത്തിലെ കാത്തിരിക്കുകയാണ് എന്ന കാര്യം ഈ സമരത്തിന്റെ പന്തൽ പൊളിക്കാൻ തയ്യാറായ PSC ചെയർമാനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.